പാലക്കാട് ജില്ലയിൽ ഇതുവരെ ആരും കാണാത്ത ഒരു ഹിഡൻ വാട്ടർഫാൾസ് കാട്ടി തന്നാലോ? അത് നമ്മളെ കൊല്ലംകോട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നപ്പോ പാലക്കാടിന്റെ ക്ലൈമറ്റ് ആയിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. പിന്നെ നേരെ അരുണേട്ടനെ വിളിച്ച് അരുണേട്ടൻ വന്ന് നേരെ ബിരിയാണി കഴിക്കാൻ പോവാറുണ്ട്. പറഞ്ഞു പാലക്കാടിലെ ഏറ്റവും നല്ല ബിരിയാണി റാവുത്തർ ബിരിയാണിയാണ്. എന്നാ പിന്നെ അതൊന്ന് കഴിച്ചു നോക്കാറുണ്ട്, ഇതുവരെ ട്രൈ ചെയ്യാത്തല്ലേ. അങ്ങനെ അവിടെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയതാണെങ്കിലോ കുറെ സ്ഥലങ്ങൾ കാട്ടിത്തരാറുണ്ട് അരുണേട്ടൻ കൊണ്ടായത്. അപ്പോഴാണെങ്കിലോ കിഡിലും ക്ലൈമറ്റ് കണ്ടില്ലേ. പിന്നെ ഈ പോണ റൂട്ടൊക്കെ ഉണ്ടല്ലോ, പാലക്കാടിന്റെ ഭംഗി എന്താന്ന് ശരിക്കും മനസ്സിലാവുന്ന റൂട്ടാണ്. എന്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പാലക്കാടിന് ഇത്രയും അടിപൊളി സ്ഥലങ്ങൾ ഉണ്ടെന്ന്. ഇവിടുന്ന് കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്താൽ അത്ര നമ്മൾ ഇതൊക്കെ ഇപ്പോഴെല്ലാം അറിയണേ. നമ്മൾ പോയില്ല ഒരു അടിപൊളി റൂട്ട് ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് നോക്കി ഇതെന്താ രസത്തില് പോവാന്. പിന്നെ അതേമാതിരി ഫുള്ള് പാടങ്ങളും മലകളും അടിപൊളി തന്നെ പാലക്കാട്. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുത്താണ് കയറുന്നുണ്ട്. നമ്മൾ ഇവിടെ കയറിയില്ല. കാരണം എന്താ, അരുണോട്ട് പറഞ്ഞു ഇതിലേറെ അടിപൊളി സ്പോട്ടാണ് കാട്ടിത്തരാം, വെറുതെ ഇവിടെ കയറിയിട്ട് പൈസ കളയണോ ചോദിച്ചു. എന്നാ പിന്നെ വേണ്ടാറും, കാരണം കൂടുതൽ ആൾക്കാർ കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണുന്നില്ല, ആരും കാണാത്ത സ്ഥലങ്ങളല്ല കാണേണ്ടി. അപ്പൊ നമ്മള് നേരെ വിട്ടിട്ടോ. അവിടെ തന്നെ മനസ്സിലാക്കുക ആ വൈറലായ ചായപ്പീടിയല്ല അതന്നെ. അവിടുന്ന് നമ്മൾ പോയാണ്ട് ഒരു അമ്പലത്തിൽ കടകയറി. ഇതാണെങ്കിലോ മറ്റേ കറുപ്പ് സാമില്ല അതിന്റെ അമ്പലം തന്നെ. ഈ കാണുന്ന മക്കളെ ഇതൊക്കെ. ഈ അമ്പലത്തിൽ കുറെ ആചാരങ്ങൾ ഉണ്ട് കേട്ടോ. അതിലൊരു ആചാരമാണ് ഈ വീട് കെട്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് മോഡൽ വീടാണ് ഭാവിയിൽ ഉണ്ടാക്കേണ്ടത് ആ വീട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടോ. അപ്പൊ ആഗ്രഹം നടക്കുന്നാണ് പറയുന്നത്. നോക്കിയപ്പോഴാണല്ലോ അരുണാട്ട പോത്തോളം വലുപ്പായിക്കണം കുട്ടികളെ കളി വിട്ടിട്ട്. അമ്പലത്തിൽ നമ്മൾ ഈ ആഗ്രഹം നടന്നാലേ കോയിനും ആടിനൊക്കെ വെച്ചാണ്ട് ബലി ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ ആണ് ഈ താമരാള വ്യൂ. എന്താ അടിപൊളി. നമ്മൾ കുറച്ചേരം ഇരുന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് വിട്ടിട്ടോ. അപ്പൊ ഇതിന് കോട മൂടിട്ടോ. മലയാളമൊക്കെ പിന്നെ ഫുള്ള് കോടിയിൽ എന്താ രസം കാണാൻ. പിന്നെ നമ്മൾ നേരെ വിട്ടപ്പോഴാണല്ലോ ചെറിയ മഴയും അതായാലും അടിപൊളി. നമ്മൾ പോണ സ്ഥലം വേറെ അടിപൊളി സ്പോട്ടാട്ടോ. നിങ്ങൾ കണ്ടില്ലേ അടച്ചിട്ട് കണ്ടോ. പക്ഷെ അരുണേട്ടന് ഇവിടെ കോണ്ടാക്ട് ഉണ്ടാണ്, മൂപ്പര് വിളി തുടങ്ങി. ഞങ്ങളപ്പം വന്നാലൊരു മെച്ചാണ്, ഒന്നും കാണാതെ മടങ്ങൂല, എല്ലാം കാണും. ഇതാ ഇവിടെ നിന്ന് നോക്കി വ്യൂ. ഇതിനൊരു പാട്ടിട്ടാണ് തന്നാണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. പക്ഷെ പാട്ടിട്ട കോപ്പിറൈറ്റ് അടിച്ചില്ല, അതുകൊണ്ടാട്ടോ അത് കിടിലം വ്യൂ. ഇതിന്റെ ബാക്കിൽ ഒരു മലയും അതിന്റെ ബാക്കിൽ ഒരു വെള്ളച്ചാട്ടം. ടൈം തന്നെ കേട്ടോ നമ്മൾ പാലക്കാട് വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും അടിപൊളി ടൈം. ഈ കാറ്റൊക്കെ അടിച്ചപ്പോ നോക്കി ഇതിന്റെ ഒരു വ്യൂ കണ്ടിട്ട് ഇവിടുന്ന് പോവാൻ തന്നെ തോന്നില്ലേ. നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കിട്ടോ, ഓലുള്ളിലേക്ക് കയറ്റില്ല. അതാണ് അരുണാട്ടന്റെ പവർ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വിട്ടിട്ടോ അടുത്ത സ്പോട്ടിക്ക്. പിന്നെ നമ്മൾ പോകണമെങ്കിലോ കുറച്ച് അങ്ങാടി കൂടെ അങ്ങനെ പോയിട്ടോ. ഈ അങ്ങാടി പറഞ്ഞ പഴയ ഒരു അങ്ങാടിന്റെ വൈബ്. ഇതൊക്കെ ഈ ആൽമരോ എന്താ രസമാണ് ഇതിലൊക്കെ പോവാന്. പിന്നെ നമ്മൾ അങ്ങനെ നേരെ പോയത് ഒരു ഡാമുക്കാണ്. ഈ ഡാമുകളൊക്കെ കണ്ടുക്കും, കാരണം നമ്മൾ കുറെ പടത്തിലുണ്ട്. നമുക്ക് ഇത് ഡാമിലെ വഴിയാന്ന് ചോദിച്ചപ്പോ ഇതിലെ ചാടി കടന്നു വന്നു. എന്താപ്പ ചെയ്യാ, റിസ്ക് എടുത്തേ പറ്റൂ. അങ്ങനെ നമ്മൾ അതും ചാടി കടന്നാണ്ട് പോയിട്ട് ആണ് ആ ഡാമിന്റെ വ്യൂ വരുന്നത് കേട്ടോ. ഇതെന്താ അറിയോ രസം. നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോയണ്ടല്ലോ ഈ മലയാളി ചുറ്റപ്പെട്ട് കിടക്കുന്ന അതേമാതിരിയാണ് ഇവിടെ ഡാമിന്റെ ഉള്ളിൽ ഇറങ്ങുന്നത്. അപ്പൊ വേറെ റൂട്ട് കൂടെ പോണത്ര. അങ്ങനെ ഒരു റൂട്ടും തപ്പിയാണ്ട് നമ്മൾ പോയി. ഇയാൾക്ക് ഇവിടെ അറിയാത്ത ഒരു റൂട്ടും ഇല്ല, ഒന്നുമില്ല. നിങ്ങളൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചോളി, ഞാൻ വേണമെങ്കിൽ നമ്പർ അയച്ചുതരാം. ഇപ്പൊ പോയത് കുറച്ച് ഡേഞ്ചർ ആയിട്ടോ. ഫുള്ള് ചതുപ്പ്, ചവിട്ടിനോടത്തൊക്കെ ചതുപ്പിലാക്കി പോയി ചവിട്ടണേ. ആഴം കൂട്ടാൻ വേണ്ടി മണ്ണെടുക്കാണ് പറഞ്ഞിട്ട് ഫുള്ള് മണ്ണെടുത്താണ്ട് വെള്ളമൊക്കെ ആകെ ഇല്ലാതാക്കിക്കണം. എന്റെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ അരുണായിട്ട് ഈ ചടത്തിൽ വിഗണം നെയ്യുന്നു, പക്ഷെ വീണില്ലട്ടോ. എന്താ ചെയ്യാ. പിന്നെ അങ്ങനെ നടന്ന് വരുമ്പത്ത് കൂടെ അങ്ങനെ പോയി. അവിടെ ഇങ്ങനെ ഇരുന്നാണ്ട് കുറച്ചേരം വന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ തന്നെയാണെങ്കിലും എന്റെ ചെരുപ്പ് ആ വെള്ളത്തിലും പോയി. ഞാൻ ഒന്ന് കണ്ടു നോക്കി. അരുണായിട്ട് റിസ്ക് എടുത്താണ്ട് ചെരുപ്പ് എടുത്തിരുന്നുണ്ട്. ഒന്ന് വെറുതെ ചവിട്ടി നോക്കിയാട്ടോ. ജമ്മ താന്ന് പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് ചെരുപ്പ് എടുത്ത് ഞാൻ ചാടി കടന്നാണ്ട് നമ്മള് പോവാട്ടോ. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിക്കാണ് നമ്മളിഞ്ഞ് പോകും. സ്പോട്ട് അറിയുമ്പോ ഈ പോണ റൂട്ട് ഏതാ പുല്ല് ഇറങ്ങുന്ന സ്പോട്ട് കൂടെ നമ്മൾ പോണേ. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ രാത്രി പുല്ല് ഇറങ്ങും ആന ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്തിയപ്പോ നല്ല ലേറ്റ് ആയിട്ടോ. അതിൽ അവിടെ കയറണം, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞിട്ട് നമ്മൾ പോയാണ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം നമ്മൾ ഇതുവരെ കഴിക്കാത്ത സാധനങ്ങളാണ് ഇയാൾ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെ പേര് ഇപ്പൊ എന്താ? കാളൻ. കാളൻ പാലക്കാട് സ്പെഷ്യല്. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സംഭവമാണ് അത്. ശരിക്കും ഇതിപ്പോ മുട്ടക്കാടൻ, മുട്ട കൂടെ ചേർത്തപ്പോൾ മുട്ടക്കാടൻ ഇല്ലേ. എന്തൊക്കെയോ തിന്നാൻ തരുന്നുണ്ട്. എന്താവോ രാവിലെ ഇഞ്ച പള്ളപ്പത്ര പൊട്ടാനേക്കണത് വേറെ. പിന്നെ അരുണായിട്ട് പറഞ്ഞു കസി നിൽക്കുന്ന ഒരു കട ഉണ്ട്, അവിടെ പോവാന്ന്. ഇവരാണെങ്കിൽ ഐസുമോ മുളകും പൊടി ഒക്കെ ഇട്ട് തരുന്നുണ്ട്. നിങ്ങളവിടെ കിട്ടൂല, പുതിയ കണ്ടുപിടിച്ച മോഡലാണെന്നൊക്കെ പറഞ്ഞു. അത് നോക്കിയായിരുന്നു ഞാനിരുന്നു. അപ്പോഴാണെങ്കിൽ അരുണായിട്ട് മസാജൊക്കെ വെച്ച് മസാജൊക്കെ ചെയ്യണ്ട്. എന്താ സെറ്റപ്പ്. എങ്ങനെ ചെയ്യാം. മഹാരാഷ്ട്രക്ക് ഒരു പാക്കേജ് കൊണ്ടുപോയി. ആ പാക്കേജ് കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന നേരെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇഞ്ച വിളി. എന്നാ ഇഞ്ഞ കൊല്ലംകോട് കാട്ടി തരാറുണ്ട് ഇറങ്ങിയും ചെയ്തു. ഇനി പെട്ടില്ലേ ചെക്കും പറഞ്ഞാരുന്നുണ്ടോ. ഐസ് നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം മുളകും പൊടി ഇട്ടാണൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ഒന്നും പറ്റില്ല എന്നാണ് ഇഞ്ചൊരു നിഗമനം. പിന്നെ നേരെ കഴിഞ്ഞൊരു ജ്യൂസും കുടിച്ചാണ്ട് കടന്നുറങ്ങിയാണ്ടാണ് നീച്ചാണ്ട് പിന്നെ നേരെ കുളിച്ചാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നീച്ചാണ്ട് കുളിച്ചാൻ പോട്ടെ. നമ്മളെ രാവിലെ അറിയുമ്പോൾ അറിയില്ല ഒരു 8-9 മണി നേരെ നമ്മൾ കുളിച്ചാനെത്തിയപ്പോഴാണെങ്കിലും ഇവിടെ ആണെങ്കിൽ വെള്ളം അല്ലാറുണ്ട്. നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പോയതാണെങ്കിൽ ഒരു പള്ളിന്റെ ഇവിടെ എടുത്തായിരുന്നു കേട്ടോ. ഒരു അടിപൊളി പള്ളിയാണെന്ന് പറഞ്ഞാൽ അത് കാണാൻ പോയി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു പോകണമെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കാണുന്ന വെള്ളച്ചാട്ടമാണ്. ദൂരെ കാണുന്ന വെള്ളച്ചാട്ടം. ഒരു 10-20 കിലോമീറ്റർ എന്തായാലും നമ്മൾ നല്ല ഓട്ടോ ഓടണം അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ 10-20 കിലോമീറ്റർ പോവാണെങ്കിൽ നമ്മൾ വല്ല സിറ്റി കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ചടപ്പ് തോന്നൂല. ഇതൊക്കെ എങ്ങനെ പോവാന്നൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചിന്തയും വരില്ല. കാരണം എന്താ, കാണുന്ന കാഴ്ച ഒക്കെ അടിപൊളി കാഴ്ചകളായോണ്ട് എത്ര കിലോമീറ്റർ പോയാലും നമുക്കൊരു ചടപ്പില്ല. വണ്ടിമേ എത്ര നേരം ഇരിക്കുകയും ചെയ്യും. കാരണം അജാതി റൂട്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാമത് ഇത്രയും അടിപൊളിയായത് എന്താ പറയുക, ഈ ക്ലൈമറ്റ് ആണുണ്ട്. കാരണം ഇപ്പൊ മഴക്കാലല്ലേ. ഇതാണെങ്കിൽ നമ്മള്
എവിടെ പോയാലും ഇങ്ങനെ തന്നെ കയറാം, അടിപൊളിയാണ്. പിന്നെ നമ്മൾ കുറെ കയറാൻ ഇനി ഓഫ് റോഡാണ്, ഒരു 10-15 കിലോമീറ്റർ ഓഫ് റോഡും കയറും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല, എത്ര നേരം ബൈക്കും വരുന്നാലും ചടക്കൂല. അന്ന് ഇപ്പൊ കുറച്ച് ചടപ്പൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ, ബാക്കിലിരിക്കുമ്പോൾ അത്ര വലിയ സുഖമല്ലേ, ഓട്ടുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. കാരണം ഈ ഓഫ് റോഡ് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ ചാടി പോവല്ലേ, എന്താ ചെയ്യാ. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിലോ. പിന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ ഇവിടെ, ഒരു ഫോറസ്റ്റ് ഓഫീസും മേലെ പന്നികൾ വളർത്തുന്ന സ്ഥലങ്ങളും ആട്ടോ കൂടുതലില്ല. നമുക്ക് അതുവരെ ബൈക്കുമ്പോൾ പോവാം. പക്ഷെ അതുവരെ കയറുന്ന കുറച്ച് റിസ്ക് ആണ്. നല്ല പട്ടികളും എല്ലാം ഉണ്ട് ഈ പോണ ബൈക്ക്. നമ്മളെ ഭാഗ്യത്തിനൊന്നും കാട്ടില്ല, ഒന്ന് വൈത്താലെ കൂടിക്കണ ഈ കൂട്ടത്തിൽ തോന്നുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് എത്തിക്കാണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നടക്കണം പറഞ്ഞു ഒരു 20 മിനിറ്റ് നമ്മൾ മേലേക്ക് നടക്കണം. നടന്നു പോണ റൂട്ടില്ല, കുറച്ച് പേടിപ്പെടുത്തുന്ന റൂട്ടൊക്കെ. കാരണം ഇവിടെ വല്ലാതെ ആരും പേരില്ല, പക്കാ ഹിഡൻ സ്പോട്ട് തന്നെ പറയട്ടോ. ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോ മഴയും പോയി. നമ്മൾ കരുതി കാട്ടുകൂടെ ആ മഴയും കൊണ്ട് ആ വൈബില് നടക്കാന്ന്, എവിടെ മഴ തന്നെയല്ല. പിന്നെ നമ്മൾ കുറെ മേലേക്ക് നടന്നുകാണ്ട് കയറി ആ കാട്ടിൽ തന്നില്ല. അതാണ് ഒരു കേവ് എന്നൊക്കെ പറയുന്നുണ്ട് ഉള്ളില്. ഇത് നമ്മൾ കാണുന്ന ആ വെള്ളച്ചാട്ടമാണ്. ഇവിടേക്ക് എത്തിയപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ദമ്മ് കുറഞ്ഞു തോന്നുന്നു. ഇനി നമ്മൾ പോണ റൂട്ട് കുറച്ചുപാടെ ശ്രദ്ധിക്കാണ്ടോ. കാരണം ഞാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്, നമ്മൾ നടന്നുകൂടിയാ പോണേ. അപ്പൊ നമ്മള് കാര്യത്തിലൊന്ന് പേടിക്കണം. ആന മറിച്ചിട്ടാണ് ഈ പോസ്റ്റൊക്കെ കണ്ടില്ല നിങ്ങൾ, അവിടെ എഴുത്തുണ്ടായിനി ആ ആന മറിച്ചിട്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് പാടാണ് മേലേക്ക് കയറാല്ലേ. പോണ റൂട്ടാണെങ്കിൽ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ആ 5 മിനിറ്റ് വലിയ മിനിറ്റ് അല്ല. നമ്മളെ ഫസ്റ്റത്തെ ടേണിംഗ് പോയിന്റ് എത്തിട്ടോ, അതാ ഇവിടെ എത്തുമ്പോ എന്റാണ് എന്ന് കരുതും. പക്ഷെ ഇവിടുന്ന് മേലേക്ക് കയറിയിട്ട് കുറച്ചുപാടെ പോവാണ്ട്, കുറച്ചെന്ന് പറയുമ്പോ തിരി. പിന്നെ അവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, വേറെ ലെവലാണ്. കരുതിയ എന്താ, ഒരു വെള്ളച്ചാട്ടം മാത്രം ഉണ്ടാവുന്നത്. ഈ ഭാഗത്ത് കൂടി വെള്ളച്ചാട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് കൂടെ വേറെ വെള്ളച്ചാട്ടം ഉണ്ട്. അങ്ങനെ 2 വെള്ളച്ചാട്ടം ഒപ്പം വരുന്ന സ്ഥലമായിട്ടത്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമ്മൾ രാവിലെ കുളിച്ചാൻ പോയപ്പോ ആ കുളി പെൻഡിങ് കിടക്കല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം കണ്ട ആരിറങ്ങാക്കാലാണ്. വെള്ളത്തിൽ ഇറക്കുമ്പോഴൊക്കെ നിങ്ങൾ നോക്കണ്ടോ, നമ്മൾ നോക്കണം. പക്ഷെ നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടപ്പോ അങ്ങനെ നോക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. നമ്മൾ അപ്പൊ തന്നെ മണ്ടി ചാടി ഇറങ്ങി. കാരണം അത്ര അടിപൊളി വെള്ളച്ചാട്ടം, തണുപ്പാണെങ്കിലോ വേറെ ലെവല് തണുപ്പ്. അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കുളിച്ചാണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചായിരുന്നു. പക്ഷെ തിരിച്ചാനായിട്ട് കയറാൻ തോന്നണ്ടേ, വെള്ളത്തിൽ നിന്ന് പോരാൻ തോന്നില്ല. അജാതി രസം അവിടെ. അവിടുന്ന് നേരെ തിരിച്ചാണ്ട് വേറെ റൂട്ട് കൂടെ പോകാനായിട്ട് പോകുന്നതാണ്. അവിടെ റൂട്ട് അടച്ചിട്ടിരിക്കണം. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പൊ വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പോകുന്നു. പിന്നെ ഒരു കള്ളുഷാപ്പ് കയറിയിട്ട് അവിടുന്ന് നല്ല ഫുഡും അടിക്കരുതിട്ട് ആ ഫുഡും അടിച്ചിട്ട് നമ്മൾ അപ്പൊ നമുക്ക് കുറച്ച് മഴയൊക്കെ കിട്ടിയിട്ട് ആ മഴയൊക്കെ കൊണ്ടിട്ട് നമ്മൾ പോയതാണെങ്കിലും പീസ്ഫുൾ ആയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ പോവാണ് നമ്മൾ. ഇങ്ങോട്ട് കുറെ ചുറ്റിയിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. ഇതിന്റെ അടിയിലാണെങ്കിലും ഫുള്ള് നൊങ്ങ് മരങ്ങളാട്ടോ. ഇവിടെ പറയുമ്പോ തമിഴ്നാട് എത്തിയ ഒരു ഫീലാണ്. ശരിക്കും ഇവിടുത്തെ തമിഴന്മാരാണ് കൂടുതൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോ ഫുള്ള് TN വണ്ടി അങ്ങനത്തെ ഒക്കെയായിരുന്നു. പിന്നെ കുറച്ചു നേരം ഇവിടെ സമാധാനമായിട്ട് ഇരുന്നു. നല്ല കാറ്റും നല്ല ക്ലൈമറ്റും. അങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചുട്ടോ. കാരണം നമുക്ക് ട്രെയിനിന് ടൈമായി. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിട്ടോ. അങ്ങോട്ട് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ടാറ്റയും പറഞ്ഞിട്ട് ഇനി വരുമ്പോൾ നമുക്ക് ഇതിലാറ് സ്ഥലങ്ങൾ കാണാറുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ പറഞ്ഞിട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.